ഇനി മതിവരുവോളം കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട്, തോപ്പുംപടി. ഓപ്പറേഷൻ സിന്ധു ഇറാനിൽ നിന്ന് ആദ്യ വിദ്യാർത്ഥിനി കൊച്ചിയിലെത്തി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നെത്തിയ പ്രത്യേക വിമാനത്തിലെ യാത്രാ സംഘത്തിലെ ഏക മലയാളി വിദ്യാർത്ഥിനി ഫാദില കച്ചക്കാരൻ ഡൽഹി വഴി കൊച്ചിയിലെത്തി. മലപ്പുറം മുടിക്കോട് സ്വദേശിയാണ് ഫാദില. എംബസി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഫാദില പറഞ്ഞു. പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ത്യൻ എംബസി ഉണ്ടായിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്ത്യൻ എംബസി ഒപ്പം ഉണ്ടായിക്കൊണ്ടൊക്കെ സേഫ് ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല. സൗണ്ട് അങ്ങനെ കേൾക്കും, രാത്രി സൗണ്ട് അങ്ങനെ കേൾക്കും. എംബസി ഒക്കെ ഒപ്പം ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഓരോ സേഫ് സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റി വെച്ചിനൊക്കെ. ലാസ്റ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ അവരിങ്ങനെ ഫ്ലൈറ്റിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ ഇന്ത്യൻസ് 4000 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അവരിപ്പോൾ നാട്ടിലേക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. എംബസിയുടെ നല്ല രീതിയിൽ കോർഡിനേറ്റർ, നല്ല വെൽ കോർഡിനേറ്റഡ് കാര്യത്തിലാണ് നടത്തുന്നവർ. കാരണം മൊത്തത്തിൽ കമ്മ്യൂണിറ്റി, നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അവരെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു പോയിന്റിലേക്ക് കൊടുന്ന്, സേഫ് സോണിലേക്ക് കൊടുന്ന് അവിടെ വേണ്ട ഹോട്ടലും മറ്റുള്ള ഫുഡും എല്ലാം കൊടുക്കുന്ന എല്ലാ രീതിയിലും പെർഫെക്റ്റായിട്ട് നടത്തുന്നുണ്ട് എംബസിയുടെ പ്രവർത്തനങ്ങൾ. അതുപോലെ അവിടുന്ന് റീലൊക്കേഷൻ, അതുപോലെ ഷിഫ്റ്റിംഗ് വേറെ സ്ഥലത്തേക്ക്, ഇവാക്വേഷൻ പ്രോസസ്സ് എല്ലാം പെർഫെക്റ്റായിട്ട് നടക്കും. ഇറാനിലെ ടെഹ്റാനിലെ ഷാഹിദ് ബിഹെഷ്ടി യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിലെ MBBS 2ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ്. 2024 സെപ്റ്റംബറിലാണ് ഫാദില ഇവിടെ മെഡിസിൻ പഠനത്തിനായി എത്തിയത്. പിതാവ് മുഹമ്മദ് കച്ചക്കാരൻ സൗദിയിൽ സിവിൽ എഞ്ചിനീയറാണ്. ഫാദിലയെ സ്വീകരിക്കാൻ പിതാവ് ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.